Hi friends, welcome back to my channel. ഇന്ന് ഫിഹാർ സീരീസിലത്തെ ഫസ്റ്റ് റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കബ്സ മസാലപ്പൊടി. ഈ കബ്സ സ്പൈസ് മിക്സ് നിങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ വെച്ചാൽ ഒരുപാട് ഡിഷസിന് യൂസ് ചെയ്യാൻ പറ്റും. കബ്സ മാത്രമല്ല, ചിക്കൻ കബ്സ, മട്ടൻ കബ്സ, സീ ഫുഡ് കബ്സ ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വേറെ പല ഡിഷസിനും ഇതൊരു സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഗരം മസാല പോലെ തന്നെ ഞാൻ റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു റെസിപ്പിയാണ്. ഒരുപാട് ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ സ്പൈസ് മിക്സ് ആണിത്. ഞാൻ മുമ്പും ഒരുപാട് സ്പൈസ് മിക്സ് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. മീറ്റ് മസാലപ്പൊടി, ഗരം മസാല, നോർത്ത് ഇന്ത്യനും നാടനും, അങ്ങനെ മന്തി സ്പൈസ് മിക്സ് ഒക്കെ മുമ്പ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കബ്സ സ്പൈസ് മിക്സ്, ഒരു ഷാന സ്പെഷ്യൽ ഒറിജിനൽ റെസിപ്പിയാണ്. അപ്പോൾ വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ കബ്സ സ്പൈസ് മിക്സിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 10 ഗ്രാം മല്ലിക്കുരു, 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ഗ്രാം ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ഗ്രാം കുരുമുളക്, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ഗ്രാം ഗ്രാമ്പൂ, പിന്നെ കറുകപ്പട്ട വേണം, 2 ഇഞ്ചുള്ള ഇതുപോലത്തെ വലിയ പീസ്. പിന്നെ ആവശ്യമുള്ളത് കറുത്ത ഏലക്ക, ബ്ലാക്ക് കാർഡമം 4 എണ്ണം, അതുപോലെ തന്നെ പച്ച ഏലക്ക 4 എണ്ണം. പിന്നെ അത്യാവശ്യമായിട്ട് ഇതിന് വേണ്ടി വരുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ് ബ്ലാക്ക് ലൈം. 2 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ഗ്രാം പെരിഞ്ജീരകം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. പെപ്പർ കോൺ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് പെപ്പർ പൗഡറാണുള്ളത്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ടിട്ട് പതുക്കനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്കൊരു 3 മുതൽ 4 മിനിറ്റ് വരെയും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല മണം വന്ന് തുടങ്ങും. അപ്പോൾ തീരെ ബ്രൗൺ ആവാണ്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടി സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്. ഈ സ്പൈസസ് ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആണ് പാപ്രിക്ക പൊടി 1 ടീസ്പൂൺ, അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ, കൽപ്പാസി എന്നും പറയും. ഇതിനെ ഷൈബ ലീവ്സ് എന്ന് പറയും. അറബിക് കുക്കിങ്ങിൽ ചിലടത്ത് യൂസ് ചെയ്യുന്നതാണ് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു മണമുണ്ട്, പക്ഷെ കൂടി പോകരുത്. ഇത് കൂടാതെ 1/4 ടീസ്പൂൺ ചുക്ക് പൊടി അല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ചൂടുള്ള സ്പൈസസിലേക്ക് തന്നെ ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അത് ആദ്യം പാനിലേക്ക് ഇടണില്ല, കാരണം അതിൻ്റെ മണം മാറിപ്പോവും അത് ചുട്ടെടുത്താൽ. അതുകൊണ്ടാണ് നമ്മൾ സ്പൈസസ് ഗ്രൈൻഡറിൽ ഇട്ടതിന് ശേഷം ചേർക്കുന്നത്. ഇതപ്പോൾ നമുക്ക് പൊടിച്ച് വെക്കാം ഒരു പൗഡറായിട്ട്. ചൂടാറിയതിന് ശേഷം ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് പല ഡിഷസിന് യൂസ് ചെയ്യാൻ പറ്റും. പലതരം കബ്സ, ചിക്കൻ കബ്സ, മട്ടൻ കബ്സ റെസിപ്പീസ് ഞാൻ മുമ്പും ഷെയർ ചെയ്തിരുന്നു. അത് കൂടാണ്ട് എൻ്റെ ഫിഹാർ സീരീസിലെ സ്പെഷ്യൽ റെസിപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ഈ സ്പൈസ് മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്ക്, ഡിസപ്പോയിൻറ്റഡ് ആവില്ല, ഉറപ്പ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.